തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. ബുക്ക്. നെക്സ്റ്റ്. ഇനി പെൻസിൽ. പെൻസിൽ. നെക്സ്റ്റ്. പേനായിട്ടില്ല. പേരുടെ ആവശ്യമൊന്നുമില്ല. വേറെന്താ? നെയിം സ്ലിപ്പ് ഉണ്ടോ? ഇല്ല. നെയിം സ്ലിപ്പ്. പിന്നെന്ത് വേണ്ടേ? ലഞ്ച് ബാഗ്. ലഞ്ച് ബാഗാ? നമ്മളിങ്ങനെ തൂയിക്കൊണ്ട് നടക്കൂല ചേച്ചി, ലഞ്ചിന്റെ ബാഗ്. ലഞ്ച് ബാഗ്. ലഞ്ച് ബോക്സ്. ഇതിനൊരു അവസാനവും ഇല്ലേ? കൊടു കൊടു വാങ്ങിക്കൊടു. ലഞ്ച് ബോക്സ്. ഇനി ഡ്രോമക്സി ബോക്സ്. എന്ത്? ഡ്രോമക്സി ബോക്സ്. അതെന്ത് ബോക്സാ? ജോമെട്രി ബോക്സ്. ജിയോമെട്രി ബോക്സ് ആണ് ഉദ്ദേശിച്ചേ? അല്ല, അത് വെച്ച് പഠിക്കാൻ നീ ആയിട്ടില്ലല്ലോ. അതാവുമ്പോ നമുക്ക് വാങ്ങാം കേട്ടാ. അല്ല, മക്കൾക്ക് എന്തിനാണ് ഈ ഡ്രോമക്സി ബോക്സ്? പൊട്രാക്ടർ വെച്ച് പടം വരയ്ക്കാനാ. ഏത് ട്രാക്ടറാണ്? പൊട്രാക്ടർ. തൽക്കാലം മോൾ ആ ട്രാക്ടർ ഓടിക്കാറായിട്ടില്ല. ആവുമ്പോ ചേച്ചി മേടിച്ചു തരാം. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഡ്രോമക്സി ബോക്സും പൊട്രാക്ടറൊക്കെ വാങ്ങിയിട്ട് എന്താ? അതൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടിട്ടല്ലേ. എല്ലാ കൊല്ലവും സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ വാങ്ങി വെക്കും. അത് വല്ല ഉപയോഗിക്കുവോ? അതങ്ങനെ സ്കൂളിൽ പോയിട്ട് വേണ്ടേ? ഞാൻ സ്കൂളിൽ പോവും. ഈ കൊല്ലം പാറ് സ്കൂളിൽ പോയില്ലെങ്കിൽ ചേച്ചിയുടെ സ്വഭാവം അറിയും. ഞാൻ സ്കൂളിൽ പോവും ചേച്ചി. നീ ഡ്രോമക്സി ബോക്സും പൊട്രാക്ടറും വേണ്ട എന്താ വേണ്ടേ? വേറെ വേണ്ടേ? അതെഴുത്. അതൊന്നുമില്ല, പോവാ അവിടുന്ന്. വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറ. സ്നാക്സ് ബോക്സ്. കഴിക്കാൻ വേണ്ടി മാത്രമാണോ പാറു നീ സ്കൂളിൽ പോണേ? സ്നാക്സ് ബോക്സ്. പറ. കൊട. കൊടയൊന്നുമില്ല. പഴയ കൊട കൊടക്ക് പോയാ മതി. കൊട. എനിക്ക് കൊട. കൊടയില്ല. കൊട. എന്റെ ഇവിടുത്തെ കൊട. എന്റെ കൊടയൊന്നുമില്ല. കൊടയുടെ കാര്യം പറഞ്ഞപ്പോഴാ ചേച്ചി എനിക്കൊരു പുതിയ കൊട. പുതിയ കൊട. പഴയ കൊട കൊണ്ടങ്ങ് പോയാ മതി. എനിക്ക് പുതിയ കൊട വേണം. പാറു, നിനക്ക് പുതിയ കൊട വാങ്ങിക്കാൻ പിന്നെ പഴയ കൊട എന്ത് ചെയ്യും? പഴയ കൊട അമ്മൂമ്മയ്ക്ക് മുളക് ഉണക്കാൻ എടുക്കാം. അയ്യോ, അങ്ങനെ ഇപ്പൊ മുളക് ഉണക്കാനായിട്ട് ഒരു കൊടയുടെ ആവശ്യമില്ല. പഴയ കൊടം കൊണ്ട് പോയാൽ മതി. നിനക്ക് എന്താ വേണ്ടേ? മുളക് ഉണക്കോ തേങ്ങ ഉണക്കോ എന്താന്ന് വെച്ചാൽ നീയൊക്കെ കൂടെ ആയിക്കോ. എനിക്കൊരു കൊട തരൂ, ഒന്ന് പുറത്തു പോകാൻ. ഇത്രയും വലിയ വീട്ടിലൊരു കൊട ഇല്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂല. എടാ, കൊടയൊക്കെ ഉണ്ട്, പക്ഷെ നിനക്ക് തന്നാലേ നീ അതുകൊണ്ട് കളയും. അതുകൊണ്ടാണ് തരില്ല എന്ന് പറഞ്ഞത്. ആകപ്പാട് ഒറ്റ കൊടയുള്ളൂ. എനിക്ക് കുഴിപ്പടത്ത് പോണതാ. ചുമ്മാ കളിക്കില്ലേട്ടാ, കൊടയിട്. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ ചേട്ടാ, ചേച്ചി കുഴിപ്പടത്ത് ഒറ്റ കൊട കൊണ്ടാണ് പോണത്. എന്തോ ഞാനിത് ചുമ്മാ ബഹളം. ഒരു കൊട തരാൻ പറ്റൂല്ലേ? പാറു, നിനക്ക് ഇനി എന്താ വേണ്ടത്? ക്രയോൺസ്. എന്റെ കൊച്ച, നീ ക്രയോൺസ് തിന്നുവാണ്. വിശക്കുമ്പോ എന്തോരം ക്രയോൺസ് ഇതിന് മേടിച്ചു കൊടുത്ത്. ഇനി ഞാൻ ചോദിക്കൂല കൊട. അമ്മൂമ്മ എടുത്ത് പോയിക്ക്. എന്തോ അമ്മൂമ്മയുടെ അടുത്ത് ചോദിക്കാൻ? അവൻ അത്യാവശ്യമായിട്ട് എവിടെയോ പുറത്തു പോണം. അമ്മൂമ്മയുടെ കൊടയൊന്ന് കൊടുക്കാൻ. അതിന് നിന്റെ കൊട ഇരിപ്പുണ്ടല്ലോ, നീ അതങ്ങോട്ട് കൊടുക്ക്. അത് ശരി, എന്റെ കൊട കൊടുത്തിട്ട് വേണം അവൻ കൊണ്ടേ കളയാൻ. നടക്കൂല. இல்ல லெச்சு, அவன் தொலைக்கலாம் மாட்டான். குடு லெச்சு. എന്റെ ചേച്ചി കൊട്. എന്തോ അത്യാവശ്യം ഉള്ളതുകൊണ്ടല്ലേ കിടന്ന് കെഞ്ചിന്നെടുത്ത് കൊടുക്ക്. തരാം. എനിക്കറിയായിരുന്നു എന്റെ ചേച്ചി തരുമെന്ന്. പെട്ടെന്ന് ചേച്ചി. അല്ല, എന്തോ ഈ പെരുമഴയത്ത് അത്യാവശ്യമായിട്ട് കൊടയെ കൊണ്ടുപോക്ക്. അത് ഫ്രണ്ടിനെ കാണാം. അതാണ് ആ ഫ്രണ്ട് ഏതാടാ? അത് ഈ തൊണ്ടവേനൊക്കെ അല്ലടി. അപ്പൊ മെർലിനെ കാണാൻ. ആണോ കേശേ? മെർലിനെ കാണാനാണോടാ? പിന്നെ എനിക്ക് മെറിലിനെ മാത്രമേ കാണാനുള്ളല്ലോ. മെറിലിനെ അല്ല. ചേച്ചി കൊട കൊട. താങ്ക്സ്. ഓക്കെ. തിരിച്ചു കൊണ്ടുവന്ന് തന്നില്ലെങ്കിൽ കേശു എന്റെ സ്വഭാവം മാറും. തിരിച്ചു കൊണ്ടുപോയി നീ എവിടെ കൊണ്ടുപോയി? തിരിച്ചു കൊണ്ടുവരില്ലേ? ഞാൻ കളഞ്ഞിട്ട് വരുന്നാണ് ചെയ്തു വെച്ചേ. ഞാൻ ഈ കീപ്പിരി കൊട അത് സൂചിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. പോയേച്ചി അവിടുന്ന്. കൊടക്ക് താങ്ക്സ്. ചേച്ചി എനിക്കൊരു പുതിയ കൊട എഴുത്. പാറു, ഞാൻ പറഞ്ഞു പഴയ കൊട കൊണ്ട് പോയാൽ മതിയാന്ന്. മേടിച്ചു കൊടുക്കണം പുതിയ കൊട. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്ത് ആദ്യം പറഞ്ഞാലും അപ്പൊ തന്നെ നോ പറഞ്ഞ ചേച്ചിക്ക് ഒരു വിഷമമാണോ? എന്ത് പറഞ്ഞാലും അപ്പൊ തന്നെ നോ പറയുന്നേക്കാലോ. നോ പറഞ്ഞില്ലെങ്കിലേ അവൻ കുറച്ച് കഴിയുമ്പോ തലേ കയറി തുടങ്ങും. അതുകൊണ്ട് ചേച്ചി എഴുത്. കൊച്ചിനെയും കൊണ്ട് വലിയ മേടാണല്ലോ. അംബർല. ബാക്കി അംബർലയുടെ സ്പെല്ലിംഗ് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പെടും. വേണ്ട.
മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി കനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ കാറ്റാലെ നീ ഈറൻ മുടി അടുത്ത മഴയ്ക്കുള്ള കോളാണല്ലോ. സെയിം കട്ട മാത്രമേ ഉള്ള ഇച്ചിരി ആട്ടും തുപ്പും തരാം. തുപ്പ് ഞാൻ കേട്ടില്ല. ഒച്ച കനകാന്റി നല്ല ചൂട് ഉഴുന്നുവട ഉണ്ടാക്കുന്നുണ്ട്. ആണോ? എപ്പോ എപ്പോ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല, ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്കിയാ മതി. ഓ സുടുസുടാ മിതുവയുടെ കട്ടൻ എന്റെ പൊന്നെ പൊളി. അതെ പുറകിലതേ അടുത്ത മഴയ്ക്കുള്ള നല്ല കോളും. ഡേയ് നിനക്ക് വേണ്ട ചായ? ഞാൻ പാല് കുടിച്ച്. ചേച്ചി ഉള്ളത് പറയാലോ, ചെന്നൈ പോയതിനു ശേഷം ഇങ്ങനത്തെ ഒരു മഴ എക്സ്പീരിയൻസ് ചെയ്തിട്ട് കുറേ. ഇനിയിപ്പൊ ഇരുന്നങ്ങ് ആസ്വദിക്കാലോ. ഒരാഴ്ചത്തേക്ക് മഴയായിരിക്കും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. ഭഗവാനെ തിരിച്ചു പോകാൻ പറ്റൂലേ? പോരാത്തിനൊരു കപ്പലും മുങ്ങിയിട്ടുണ്ട്. അതിന്റെ അവസ്ഥ എന്താവോ എന്തോ. ചേച്ചി നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞിട്ടേ പണ്ടത്തെ പോലെ എല്ലാരും കൂടെ പുറത്തൊക്കെ ഇറങ്ങി മഴത്തൊക്കെ കുളിച്ച് റൗണ്ടിങ് അടിച്ച് വന്നാലാ? മക്കൾ ഒറ്റയ്ക്ക് അങ്ങ് റൗണ്ട് അടിച്ച് വന്നാ മതി, ഞാനില്ല. ഓ ഇവിടത്തെ ഒരു വീഴ്ചക്കഥ ഉണ്ടല്ലോ ലച്ചസിന്. അതെന്തോ സംഭവം? അതൊരു ഒന്നൊന്നര കഥയാണ് മക്കളെ, പറഞ്ഞുതരാം. എന്റെ അമ്മേ മിന്നല, എന്റെ പൊന്നു ശിവ അകത്ത് കയറി പോ, നീ കരിഞ്ഞിരിക്കും ഇവിടെ. ഈ ഇടി വീണ മഴയത്തൊക്കെ കേശു അവിടെ പോയി കിടക്കുവാണ്. ചേച്ചിക്ക് മനസ്സിലായില്ലേ? അവൻ ആ മെർലിനെ കാണാൻ പോയതല്ലേ? ഈ മഴയത്ത് തന്നെ അവനെ പുഷ്പിക്കാൻ പോണം. എന്റെ ചേച്ചി മഴയത്ത് പുഷ്പിക്കുന്നല്ലേ രസം. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചുറ്റും ചറപറ ചറപറ മഴ. അപ്പൊ രണ്ടാൾക്കാര് കൊടയൊക്കെ ചൂടി ആ കൊടയിൽ ഇങ്ങനെ മഴ ചിന്നിപ്പെയ്യുന്ന ഒച്ചയൊക്കെ കേട്ട് എന്തൊക്കെയൊക്കെയോ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് വിദൂരതയിലേക്ക് നോക്കി ഒരു കട്ടൻ ചായയും കുടിച്ച് ഒരു പരിപ്പടയും കഴിച്ച് ഇത് രസമായിരിക്കും അല്ലേ? എനിക്കറിയാൻ പാടില്ല. ഈ പുഷ്പിക്കാനുള്ള അവസരവും സമയവും അച്ഛനും അമ്മയും തരാത്തത് കൊണ്ടേ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പോട്ട് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. എന്ത് എപ്പോഴെങ്കിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. എന്താണ്? അയ്യോ എത്തിയല്ലോ പുഷ്പാങ്കതൻ. പുഷ്പാങ്കതനെ പിന്നല്ലാണ്ട് ഈ മഴയത്ത് പുഷ്പിക്കാൻ പോകുന്നതിന് വേറെ എന്താ വിളിക്കണം? എന്ത് പുഷ്പാങ്കത? മൊടയാ? വേണ്ട വേണ്ട, അത് വേണ്ട, അത് വേണ്ട. കളഞ്ഞല്ലേ? എനിക്ക് അപ്പോഴേ അറിയാതെ നീ അതുകൊണ്ട് കളയൂന്ന്. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ല ചെറുക്ക കൂടെ കൊണ്ട് കളയൂന്ന്. എന്തിങ്ങാ പോട്ടെ, എവിടെയാണോ കൊണ്ട് കളഞ്ഞേ? കൊട അവിടെ മറ്റേ ഇവിടെ വെച്ചേക്കണ. എവിടെ പോയിട്ട് കൊട എടുത്തിട്ട് വാ ചെല്ല്. അയ്യോ അത് അങ്ങനെ എടുക്കാൻ പറ്റില്ല, ദൂരെയാണ്. അത് എവിടെയാണ്? അത് മറണ്ട് മരട് മറയണ മരണ്ട അതിന്റെ സ്ഥലം. മറൈൻ ഡ്രൈവ്. എടാ സാമദ്രോഹി, നീ എന്റെ കൊട കൊണ്ട് മറൈൻ ഡ്രൈവ് പോയാ? എന്താ പോടാ, പോയി എന്നെ കൊടയും കൊണ്ടുവാ. എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നേ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ല മുമ്പേ അടുത്ത് ഇവൻ എന്നെ കൊട കൊണ്ട് കളയൂന്ന്. ഞാൻ എപ്പോഴും പറയത്തില്ല അവന് ഉത്തരവാദിത്തമില്ല. എപ്പോ പറഞ്ഞു? അമ്മൂമ്മ അപ്പൊ അങ്ങനൊന്നും പറഞ്ഞില്ല, ഇവനെ സപ്പോർട്ട് ചെയ്താ പറഞ്ഞേ. അത് ശരി, അപ്പൊ അമ്മൂമ്മക്ക് അറിയായിരുന്നു ഇവന് ഉത്തരവാദിത്വം ഇല്ലെന്ന്. എന്നിട്ടാണല്ലോ എന്റെ അടുത്ത് കൊട കൊണ്ട് കൊടുക്കാൻ പറഞ്ഞത്. പോയി എന്റെ കൊടയും കൊണ്ട് നീ തിരിച്ചു വന്നാ മതി. ഞാൻ ഇപ്പൊ അങ്ങനെ ശരി ഞാൻ പോവാ. പക്ഷെ ഞാൻ പോണ വഴിക്ക് മഴ പെയ്തല്ല, കൊട വേണം. കൊണ്ടുവന്ന് എവിടെ കൊണ്ട് കളഞ്ഞില്ലടി. പറയാ ഞാൻ പറയാ. എന്താ എന്റെ കൊട കൊടുക്കാൻ പറ്റത്തില്ല? ഓ അപ്പൊ എന്റെ കൊട കൊടുക്കണതിൽ അമ്മൂമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മൂമ്മയുടെ കൊട കൊടുക്കാൻ പറ്റില്ല. നീ ഇതുകൊണ്ട് പോയാ എന്താണ് ഒരു കൊടയുടെ പേരിലൊക്കെയാണ് ഇത്രയും പ്രശ്നമായി വീട്ടില്? വെറും ഒരു കൊട. കേശു, ഈ കൊടയെങ്ങാനും കൊണ്ട് കളഞ്ഞിട്ട് നീ വന്നാലേ നീ പിന്നെ ഈ പഠിക്കാത്തോട്ട് കയറത്തില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ടേ? ഒരു കൊട ഞാൻ കൊണ്ടുപോയി മറന്നു വെച്ചെന്നും പറഞ്ഞു
അങ്ങനെ എങ്ങനെ മറക്കണ ആളാണ് ഞാനെന്ന് വിചാരിച്ചാ മാറ് കൊടയല്ലേ ചേച്ചിയുടെ കൊട 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 മെറൂൺ കളറിലെ കുഞ്ഞി കൊട. ആ കൊട കൊട അവിടെ 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 ഉണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പൊ വരും ഇപ്പൊ നോയിക്കോ നീ എന്തിനാ എന്റെ കൂടെ എടുത്തു കൊടുത്തേ? അപ്പൊ എന്റെ കൂടെ കൊടുക്കാൻ പറഞ്ഞതാ, അതിന് കുഴപ്പമൊന്നുമില്ലേ? ഇതിനകത്ത് ഏതാ എന്റെ നിന്റെ? ആ ഏതെങ്കിലും പറയണ്ട. ഇപ്പൊ പെയ്യണ്ട, അല്ലേലും അങ്ങനെയാണല്ലോ നമ്മുടെ സമയമോശത്തിന്. ഇനി ചെന്ന് കേറിയും കൊടുത്ത് ചേച്ചി ഇവിടെ കാലം തെറ്റിയേ തെന്നി വീണ്. കൊട കൊട കൊടേ സാറ് പിന്നെ എന്തിനാ ഇവിടുത്തെ ഇറങ്ങി പോയത്? കൊട കൊട ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന് കൊടുത്ത ഒരു 3-4 ദിവസം കഴിയുമ്പത്തേച്ച്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആവശ്യമുള്ളതാന്ന്. എനിക്ക് കുഴിപ്പുറത്ത് പോണോടാ. ചേച്ചി കുഴപ്പമില്ല, തിന്ന് തന്നെ പോകണം നിർബന്ധമുണ്ടോ? അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കുട എടുത്തോണ്ട് പോ. ഞാൻ ഒരു 3 ദിവസം കഴിയുമ്പോ ചേച്ചി കുട തിരിച്ചേരി പോരെ. 3 ദിവസോ? 3, 4, 5. ആഹാ അല്ല അതവിടെ വെക്കട്ടെ. സാറിന്റെ മറൈൻ ഡ്രൈവ് കറക്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? മറൈൻ ഡ്രൈവ് കറക്കൂ പിന്നെ അല്ലാണ്ട് എന്തായാലും മറൈൻ ഡ്രൈവ് കറക്കാം. മറൈൻ ഡ്രൈവ് പോയി കുട തപ്പി കുട എടുത്ത് ഫ്രണ്ടിന് കൊടുത്ത് വന്ന് ആ അത് ഞാൻ ചോദിക്കായിരിക്കുമായിരുന്നു. പോവാൻ നേരത്തെ സാർ ഈ ഡ്രസ് ഇട്ടിട്ടാണല്ലോ പോയത്. ഇതിപ്പോ എന്തോ പെട്ടെന്നൊരു രൂപമാറ്റം. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഡ്രസ്സ് മാറണ്ടാവും. ഏത് സാഹചര്യ കേശു? കൊടുങ്കാറ്റടിച്ചടി. കൊടുങ്കാറ്റടിച്ച് ഭയങ്കര മഴ എല്ലാം കൂടെ അപ്പൊ അങ്ങനെ ഡ്രസ്സ് നനഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ കടയിൽ കയറിയിട്ട് പുതിയ ഡ്രസ്സ് അങ്ങ് എടുത്ത്. ആരാണ് സെലക്ട് ചെയ്തത്? അത് കണ്ടറിഞ്ഞൂടെ അവനാ സെലക്ട് ചെയ്തേന്ന്. ഒരു ബൈക്കിങ്ങുള്ളത് ഒരു വൃത്തികെട്ട ഡ്രസ്സ്, രണ്ട് വഴിക്ക്. എന്തായാലും മേടിച്ചു. അതാ പിന്നെ നേരെ ചൊവ്വേ ഒരു മര്യാദയ്ക്കുള്ള ഡ്രസ്സ് മേടിച്ചുകൂടി. പിന്നെ മഴ നനഞ്ഞ് കുളിച്ചതിനകത്ത് കയറി ഇരിക്കുമ്പോഴാണ് ഇനി ഞാൻ നോക്കി മേടിക്കണത്. മേടിച്ചിട്ട് വന്ന് ഇപ്പൊ പ്രശ്നമാണ് അതൊക്കെ. ഇതൊക്കെ ഒരു പ്രശ്നമേ അല്ല, പക്ഷെ പ്രശ്നം വേറെ ഉണ്ടല്ലോ. എന്ത് വേറെ ഉണ്ടല്ലോ ഒന്ന്? എടാ കിളവൻ കേശു, സത്യം പറ, രണ്ടാമത് നീ മെറിന്റെ കൂടെ അല്ലേ മറൈൻ ഡ്രൈവ് പോയത്? ഇതിപ്പം വല്ലാത്ത കഷ്ടമായില്ല. എന്തരാണിത്? ഞാൻ ഈ വീടിന്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ മെറിലൂടെ മാത്രമേ പോകത്തുള്ളൂ. എനിക്കിത് വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ? ഇല്ല മൊത്തം പൊമ്പിള്ളാരാ. അല്ല നീ എന്തിനു ചൂടാവുന്നത്? പിന്നെ ഞാൻ ചൂടാവില്ല. ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞാൽ പിന്നെ ഞാൻ ചൂടാവില്ല. നിങ്ങൾ പോയെ. എനിക്ക് എന്റെ അമ്മൂമ്മയുടെ കൂടെ എവിടെ? അമ്മൂമ്മേടാ കൊട. മഴയും കാറ്റും ഒക്കെ അല്ലേ, കാറ്റടിച്ച് പറന്നു പോയത്. കളഞ്ഞല്ലേ? അമ്മൂമ്മേ എന്തായിരുന്നു വിളിക്കണേ? എന്താ അമ്മൂമ്മയുടെ കൊടയില്ലേ കൊച്ചുമോൻ കൊണ്ടേ കളഞ്ഞ്. എടാ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്റെ കൊട കൊണ്ട് കളയല്ലേന്ന്. അയ്യോ അമ്മൂമ്മ കളഞ്ഞതല്ല, കൊടുങ്കാറ്റ് പറന്നു പോയതല്ലേ കേശു? അമ്മൂമ്മ ഭയങ്കര കാറ്റായിരുന്നു, അപ്പൊ അത് തളർന്നങ്ങ് പോയി. നീ എന്തോ ഇങ്ങനെ കിടന്ന് ചുമക്കുന്നേ? ചുമക്കൂലേ? ചുമച്ചാ പ്രശ്നം, ചുമച്ചില്ലേ പ്രശ്നം, കൊട പ്രശ്നം, ആ പ്രശ്നം, ഈ പ്രശ്നം. എനിക്ക് വയ്യ. എന്തായാലും എനിക്ക് സന്തോഷായി. എന്ത്? എന്റെ കൊട മാത്രല്ലല്ലോ പോയത്, അമ്മൂമ്മയുടെയും പോയില്ലേ? ദൈവമേ, യേശു മര്യാദക്ക് എന്റെ കൊട കൊണ്ട് തന്നോണം, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറുവേ. കൊടയല്ലേ, ഞാൻ അത് മേടിച്ചാലും തരാം. പ്രശ്നം കഴിഞ്ഞില്ലേ? 3 ദിവസം 3 ദിവസം അതിന്റെ ഉള്ളിൽ നീ എന്റെ കൊട കൊണ്ടുവന്ന് തന്നില്ലെങ്കിൽ നിന്റെ ആപ്പീസ് ഞാൻ പൂട്ടും. കൊട ഞാൻ തറയെന്ന് കുഴിച്ചെടുത്താലും കൊണ്ടു തരും പോരെ. എന്തോ ഞൊണ്ടി പോന്നേ? എവിടെയോ തെന്നിയടിച്ച് വീണിട്ടുണ്ട്. ചേച്ചി റോഡില് മരം വീണ്. നിന്നോട്
പാറുവോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് മഴക്കാലത്ത് റോഡിൽ പോയി നിൽക്കരുതെന്ന്. പറഞ്ഞാ കേൾക്കരുത് കേട്ടോ പാറുവിന്. ഞാൻ റോഡിൽ പോയോണ്ടല്ലേ അറിഞ്ഞത്. പിന്നെ എവിടെയാ മരം വീണേ? അവിടെ വലിയ മരമാണോ? വലിയ മരം. തെങ്ങ്? തെങ്ങല്ല. എന്നാ വാ നോക്കിട്ട് വരാം. പിന്നെ എന്തിനാ ഇവിടെ അങ്ങനെ അടങ്ങി നിൽക്കുക ചേച്ചി? അത് വല്ല ലൈൻ കമ്പിയുടെ മേളാണോ പൊട്ടി വീണേക്കണെന്ന് അറിയണ്ടേ? വല്ല അപകടമൊക്കെ ഉണ്ടായാലോ? വാ നോക്കിട്ട് വരാം. നിങ്ങൾ പോയി നോക്കിട്ട് വാ. എനിക്ക് അടുക്കളയിലെ ഒരുപാട് പണി കിടപ്പുണ്ട്. പോയിട്ട് വാ. கேசு கேசு எழுந்துருடா, உனக்கு தான் சுக்கு காப்பி கொண்டு வந்திருக்கேன், எழுந்துரு. വേണ്ട ആന്റി. ஐயோ அப்படி சொன்னா பத்தாது, எழுந்துருப்பா. അവിടെ വെച്ചേക്കാം, ഞാൻ പിന്നെ വിളിച്ചോ. டேய் எதுக்குடா மழையில போய் நனைஞ்சேன், அதனால தானே காய்ச்சல் வந்தது. ഞാൻ നനഞ്ഞാണ്, മനഃപൂർവ്വം അല്ലല്ലോ, കൊടുങ്കാറ്റ് വന്നല്ലേ. கொடுங்காட்டா? டேய் ஹாஸ்பிட்டல்ல போலாமாடா? കുഴപ്പമില്ല, മഴ നനഞ്ഞതിന്റെ ആയിരിക്കും. നമുക്ക് കുറച്ചുകൂടെ നോക്കാം. തീരെ കുറവില്ലെങ്കിൽ പിന്നെ നമുക്ക് ആശുപത്രി കൊണ്ടുപോവാം. அம்மா இந்த சுக்கு காப்பி வேண்டாம் தான் சொல்றான், கஞ்சி எடுக்கவா? അല്ല, അവൻ കുറച്ച് കഴിയുമ്പോ കുടിച്ചോളും. കിടക്കട്ടെ കുറച്ചു നേരം. എന്താ പറ്റിയ മമ്മയുടെ കേശുമോന്? മഴ നനഞ്ഞിട്ടായിരിക്കും, പനിയാന്ന് തോന്നുന്നു. പനിയാ? നന്നായി, 2 ദിവസം എവിടെയും പോകാതെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കുമല്ലോ. കേശേ കൊടുങ്കാറ്റ് എഫക്റ്റ് ആണോടാ? കൊച്ചു മയങ്ങുവാന്ന് തോന്നുന്നു. ശല്യപ്പെടുത്തല്ലേ. പാവം കേശേട്ടൻ. ചേച്ചിയുടെ ഈ കൊടശാപം കാരണം ഇത്രയും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ എപ്പോഴും പറയാറില്ലയോ ലച്ചുവിന്റെ നാക്ക് കരുനാക്കാന്ന്. എന്നാലും ഇങ്ങനെ പ്രാവണ്ടായിരുന്നു ചേച്ചി, മോശമായി പോയി. ഞാൻ ശരിക്കും പ്രാകുന്നത് ഇപ്പൊ നിനക്ക് കാണണോ? എന്തിന് ചുമ്മാ അടങ്ങി. ചുമ്മാ ഇവിടെ കിടന്ന് ബഹളം വെക്കല്ലേ. അവൻ കിടന്ന് ഉറങ്ങട്ടെ. ഭാഗനകം നല്ല ചൂടുണ്ടല്ലോ. നല്ല ചൂടുണ്ടോ? തുണിയൊക്കെ ഇതായി, ഞാനേ പോയി നനച്ചിട്ട് വരാം. എന്റെ മരുന്നിരിപ്പുണ്ട്, ഞാൻ എടുത്തിട്ട് വരാം. ഇല്ലടാ, മരുന്നെടുത്തിട്ട് വരാം. ചേച്ചി ഇപ്പൊ തുണി നനച്ചു വരൂ കേട്ടാ. പാവം, ഉറക്കത്തില് പിച്ചിമ്പയൊക്കെ പറയണതാണ്. സാറേ, പനി എങ്ങനെയുണ്ട്? കുറവുണ്ട്. മഴയൊക്കെ പെയ്തോണ്ടായിരിക്കുമല്ലേ കേശുവെ പനിയൊക്കെ പിടിച്ചത്? ശിവ, ഈ കൊടുങ്കാറ്റൊക്കെ കണ്ടു പേടിച്ചാലേ പനി വരൂ? അതിപ്പോ ചേച്ചി കൊടുങ്കാറ്റൊക്കെ അല്ലേ, പേടിച്ചാ ചിലപ്പോ പനിയൊക്കെ വരുമായിരിക്കും. വരുമല്ലേ? പിന്നെ മറൈൻ ഡ്രൈവില് കൊടുങ്കാറ്റ്, 2 പേരെ കാണുവാനില്ല. ചേച്ചി വിഷയം മഴയത്തെ കൊട ചൂടിപ്പോയ 2 പേരെയാണ് കാണാണ്ടായത്. കൊട ചൂടിപ്പോയ 2 പേരെ അല്ലേ? നീ കണ്ടോടാ അവരെ? കാണാതായവരെ ഞാൻ എങ്ങനെ കാണാൻ? അല്ല, നീ ഇന്നലെ കൊട ചൂടി പറയണ്ടേ പോയായിരുന്നല്ലോ. ഞാനും കണ്ടു കാണും. കാണാണ്ടിരിക്കാൻ ചാൻസ് ഇല്ലല്ലോ ചേച്ചി, കണ്ടു കാണത്തില്ലേ? കണ്ടു കാണും. ഇല്ല, കണ്ടിട്ടില്ല. ഇല്ല ഉറപ്പാണല്ലേ? മെർലിനെ അങ്ങോട്ട് പോവല്ലേ മെർലിനെ? ഇല്ല കേശു, ഞാൻ പരിസരത്തേക്ക് പോലും പോകത്തില്ല. മെർലിന് എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ, മെർലിനെതിരെ ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. എനിക്കറിയാം കുഞ്ഞെ, അല്ല സോറി കേശു. അയ്യോ, അതേണ്ട അമ്മൂമ്മയുടെ കൊട പറന്നു പോകുന്നു കൊടുങ്കാറ്റില്. നമ്മൾ എന്ത് ചെയ്യും മെർലിനെ? അത് കുഴപ്പമില്ല, ഒരു കൊടയല്ലേ, കപ്പലൊന്നും അല്ലല്ലോ പറന്നു പോയത്. അയ്യോ സാറേ, എന്നെ തല്ലല്ലേ സാറേ. ഞങ്ങള് മഴയത്ത് ബോട്ട് പോകുന്നത് കാണാൻ വന്ന് നിന്നതാണ് സാറേ. അയ്യോ സാറേ, തല്ലല്ലേ സാറേ. അയ്യോ സാറേ. അങ്ങനൊന്നുമല്ല സംഭവിച്ചേ, അങ്ങനല്ല സംഭവിച്ചേ. എന്താ കിടന്ന് ചെലച്ചാലുണ്ടല്ലോ. നീ ഉറക്കത്തില്ലേ പിച്ചമ്മയൊക്കെ പറഞ്ഞ് ഞങ്ങള് കേട്ട്. മെർലിനെ കുട്ടി മഴയത്ത് ബോട്ട് വന്ന് കാണാൻ പോയേക്കണ്.
പോവല്ലേ മെല്ലനെ ആ ഭാഗത്തോട്ട് പോവല്ലേ സാർ അടിക്കല്ലേ സാർ സാർ സൂര്യൻ അടിക്കല്ലേ സാറേ 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 അടിക്കല്ലേ സാറേ അടിക്കല്ലേ. എവിടെയോ പോയി അടി വാങ്ങി വന്നേക്കോ. എന്നിട്ട് നമ്മളുടെ അടുത്ത് എന്താ പറഞ്ഞേ? മോണയൻ പനിയല്ലേ, മാറട്ടെ, ശരിയാക്കി കൊടുക്കാം. തരാം. ഓ ഞങ്ങൾ മഴയത്ത് ബോട്ട് കാണാൻ വന്നയാ സാറേ. മഴയത്ത് ബോട്ട്. സത്യം പറടാ. എന്താ സത്യമായിട്ട് ഞങ്ങൾ എവിടെ പോയിട്ടില്ല. എന്താ പോയിട്ടില്ല. ഇല്ലേ? മറണ്ടേ പോയുള്ളൂ, അവിടെ പോയുള്ളൂ. എന്നിട്ട് വേറൊന്നും പറ്റിയില്ല. നിന്റെ കാലിലെന്താ പറ്റിയ? കാലിനൊന്നും പറ്റിയില്ല, തെന്നി വീണ്. പറ്റിയില്ലേ? കല്ല് കല്ല അല്ല അല്ലേ? മഴ പെയ്തപ്പോ ദൂരെന്ന് പോലീസ് മാമാര് ഹായ് കാണിച്ച് ഞങ്ങൾ ഓടി അങ്ങോട്ട് ചെന്ന് എന്ത് കേട്ടോന്ന് ചോദിച്ചോണ്ട്. സത്യം പറഞ്ഞ അവന്മാർ അവിടെ നിന്ന് പോവാൻ പറഞ്ഞായിരുന്നു. എന്നിട്ട് ഇത്രയും മഴയും പേമാരിയുള്ള സമയത്ത് മരച്ചോട്ടി വന്നിരുന്നു സൊള്ളനോടാന്ന് ചോദിച്ചോണ്ട് കൈ ഇരുന്ന ചൂരിൽ വെച്ച് മാക്കിന് 2 എണ്ണം. നാണം കെട്ടവരെ, ഈ മഴയും പേമാരൊക്കെ ഉള്ള സമയത്ത് ബീച്ചിന് അങ്ങോട്ടേക്കൊന്നും പോകരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ? അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. മക്കളെന്നൊരു വേഷത്തിൽ കയറി വന്നായിരുന്നല്ലോ, അതാര് വാങ്ങി തന്നതാ? ഇവനും ബോധമില്ല, അവക്കും ബോധമില്ല. എന്തോ നീ ഇന്നലെ ആ വേഷത്തിൽ നീ കണ്ണാടി മുന്നിൽ പോയി നിന്നായിരുന്ന കണ്ടായിരുന്ന സ്വയം രൂപം? പട്ടി വെള്ളം കുടിക്കൂല, പട്ടി. അടിയും മേടിച്ച് പനിയും പിടിച്ച് വന്നേക്ക്. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.